നിർമ്മാണം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും പൂട്ടിയിട്ടിരിക്കുകയാണ് വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട സമുച്ചയം. 7.79 കോടി രൂപ ചെലവഴിച്ചായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അത്യാഹിത വാർഡും ശസ്ത്രക്രിയാ സംവിധാനവുമുള്ള പുത്തൻ ആശുപത്രി കെട്ടിടമാണ് ഉപയോഗശൂന്യമായി നശിക്കുന്നത്. ഇതുവരെ കണ്ടില്ലേ, ഡോക്ടർ പോകുന്നേ ഉള്ളൂ. അപ്പം പിന്നെ എന്താണ് ഈ പ്രതികരണം എന്ന് പറയുന്നത്? ഇതാണ് ഒരു ആരോഗ്യ 8 മണിക്കേക്കും തുടങ്ങണ്ടേ? ഈ പേഷ്യൻസ് എല്ലാം അവിടെ കാത്തു നിൽക്കുകയല്ലേ? ഫിഷറീസ് വകുപ്പ് വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ചു നൽകിയ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞു. 9 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായ മേഴ്സിക്കുട്ടിയാണ് ഈ പുതിയ ഹോസ്പിറ്റലിൻ്റെ തറക്കല്ലിട്ടതും. ആ കോവിഡ് സമയത്ത് ഏകദേശം ആ സമയത്ത് അതിൻ്റെ പണി തീരുകയും ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ ബിൽഡിംഗ് പൂട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടി ചെയ്ത ഒരു ബിൽഡിംഗാണ്. ജനങ്ങൾക്ക് ഒരു രീതിയിലും പ്രയോജനപ്പെടാത്ത രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ പേരിലാണ് ഈ ദുരവസ്ഥ. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലുവെട്ടാൻകുഴി വാർഡിലാണ് ആശുപത്രി കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് പുറത്ത് ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്നത് എല്ലാം പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. ഇഞ്ചക്ഷൻ വരെ ഇല്ല, സൗകര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാഹചര്യവും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വിഴിഞ്ഞം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ഇല്ല, നമ്മളെല്ലാം പുറത്തുനിന്നാണ് വാങ്ങിച്ചു കൊടുക്കണം. ഫിഷറീസ് വകുപ്പ് നൽകിയ 4.82 കോടിയും അദാനി തുറമുഖ കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്നുള്ള 2.97 കോടി രൂപയും ഉൾപ്പെടെ 7.79 കോടി രൂപ ചെലവിട്ടാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. നിലവിലുള്ള ആശുപത്രിയുടെ സൗകര്യങ്ങളെ വിപുലീകരിച്ച ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് കെട്ടിട നിർമ്മാണം നടത്തിയത്. ഈ കെട്ടിടം ഇങ്ങനെ കിടന്ന് എല്ലാം തുരുമ്പെടുത്തു പോവുകയാണ്. ഇവിടെ എക്സ്റേ സംവിധാനവും അതേപോലെ സ്കാനിങ്, ഓപ്പറേഷൻ സംവിധാനങ്ങളെല്ലാം ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു താലൂക്ക് തലത്തിലുള്ള ആശുപത്രിയായിട്ടാണ് ഇത് ഉയരേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കണം. ഇവിടെ വരുന്ന നാളെ മുതൽ ഇവിടെ കൃത്യമായി രാവിലെ മുതൽ തന്നെ ഡോക്ടർമാർ ഇവിടെ കൃത്യമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി വരാൻ തയ്യാറായില്ല എങ്കിൽ നിയമപരമായിട്ടും മറ്റു രീതിയിലും ജനങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്നാൽ ഫിഷറീസ് വകുപ്പും ആശുപത്രിയുടെ നിയന്ത്രണമുള്ള അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സമയബന്ധിതമായി നടപടികൾ എടുക്കാത്തതിനാലാണ് ആശുപത്രി തുറന്നു പ്രവർത്തിക്കാൻ വൈകുന്നു എന്നതാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.